ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പൊയ്യ എന്ന സ്ഥലത്തെ പുഴയോരം എന്ന റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരം യാത്ര ചെയ്യാനുണ്ട് ഇങ്ങോട്ട്. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ചട്ടിച്ചോറ് കഴിക്കണം എന്നുള്ളത്. ഞങ്ങളിതിന് മുമ്പും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അന്ന് ഞാനും ഹസ്ബൻഡും മോനും മാത്രമായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. ഇവിടെ അന്ന് എന്തോ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇതന്ന് തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് എൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചട്ടിച്ചോറ് കഴിക്കാനായിട്ട് ഞങ്ങൾ കാലത്തുടങ്ങി പ്ലാൻ ചെയ്തിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു 2 മണി 2:30 ആയി. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു. അങ്ങോട്ടേക്ക് വണ്ടിയൊന്നും കിടക്കാത്ത കാരണം ഞങ്ങൾ നടന്നാണ് പോയത്. ആ അറ്റത്താണ് റെസ്റ്റോറൻറ്റ്. കുറച്ചധികം നടക്കാനുണ്ട്. ഒന്നാമത്തെ വിശന്ന് പൊരിഞ്ഞാണ് നടക്കുന്നത്. അതിൻ്റെ കൂടെ നല്ല അടാറ് വെയിലുമായിരുന്നു. നല്ല രസമായിരുന്നു നടക്കാനായിട്ട്. ഇതിലേറ്റവും സൂക്ഷിക്കേണ്ടത് എൻ്റെ മോനെയായിരുന്നു. അവനെ പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അവിടെ എത്തി ഒരു വെയിറ്റർ വന്നപ്പോൾ ആണ് അറിഞ്ഞത് ചട്ടിച്ചോറില്ല, ചട്ടി ബിരിയാണിയാണ് ഉള്ളതെന്നുള്ളത്. അങ്ങനെ ചട്ടിച്ചോറൊക്കെ വന്നു, ചട്ടി ബിരിയാണി വന്നു. അതിൽ അവർ പറഞ്ഞ കുറേ ഐറ്റംസും അതിലുണ്ടായിരുന്നില്ല. അവർ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, പോർക്കുണ്ടായിരുന്നു, ചെമ്മീനുണ്ടായിരുന്നു, പിന്നെ ബിരിയാണി റൈസും. ഇത്രയാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇതുവരെ ചട്ടി ബിരിയാണി കഴിച്ചിട്ടില്ല, ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇത്തിരി പ്രത്യേകതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് വന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്കത് കഴിക്കാനായിട്ട് പറ്റിയില്ല. നല്ല എരിവായിരുന്നു കറിക്കൊക്കെ. ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. പക്ഷേ അവസാനമായപ്പോഴേക്കും എല്ലാവരുടെയും വയറ് നിറഞ്ഞു. ഞങ്ങൾക്കൊന്നും ഇങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. കുറേയൊക്കെ ബാക്കി വെക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ പാർക്കുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പം ഞങ്ങൾ മോനെയും കൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ അത് കണ്ടപ്പോഴേക്കും അവന് ഭയങ്കര സന്തോഷമായി. അവന് വേറെ ഒന്നിലും കളിക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവത്തിലായിരുന്നു ആൾ ഫുൾ ടൈം കയറിയിരുന്നത്. ഈ ഫുഡ് കഴിച്ച് ഈ പൊരുവയിലത്ത് ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സെൻട്രോ മോളിൽ പോയി. ഇവിടെ കൊടുങ്ങല്ലൂരാണ്. അവിടെ പോയി കഴിഞ്ഞിട്ട് ആൾ വണ്ടിയിലൊക്കെ കയറ്റി. പിന്നെ ഞങ്ങളൊരു സ്വിമ്മിങ്ങിക്ക് പോയി. അടിപൊളി സ്വിമ്മിങ്ങായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോൾ വീട്ടിൽ ചെന്നൊരു പുസ്തകവും പഠിച്ച് കിടന്നു.